ഹലോ ഹലോ പറ. ഹലോ, ഞങ്ങളിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം ടൗണിലേക്ക്. ചേരിയൊക്കെ വാങ്ങിക്കണം, പലചരക്കൊക്കെ വാങ്ങിക്കണം. കുറച്ച് ഉറക്കെ പറഞ്ഞോളോ കേൾക്കും. പച്ചക്കറിയും പലചരക്കൊക്കെ മേടിക്കണം. പറയാനായിട്ട് മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. നമ്മൾ തൃശ്ശൂർ പോവാണ്. നമ്മൾ ഇനിയിപ്പോൾ പോണ ദിവസമൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അപ്പോഴൊക്കെ അതിൻ്റെ കണ്ടന്റ് കയറുള്ളൂ. കണ്ടന്റ് എന്താ ചെയ്യാ, ആളാകെ മാറി കണ്ടന്റ് കയറുള്ളൂ. നമുക്ക് കയറുള്ളൂ. പൈസ കിട്ടണ്ടല്ലേ? പൈസ കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അത് ഇറങ്ങി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് നാട്ടിന്ന് പോവാം. അങ്ങോട്ട് വണ്ടിയൊക്കെ എന്നുണ്ടായത്. ഞങ്ങളിങ്ങനെ തൃശ്ശൂർ വരെ ഇങ്ങനെ മൊബൈലിൽ പിടിച്ച് ഇങ്ങനെ പിടിച്ച് അത് ഉറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. നമുക്ക് നാളത്തെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പോൾ അനീഷേട്ടൻ്റെ അവിടെ നിന്നാണ് ഡ്രസ്സ് ചെയ്യണത്. അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനീഷേട്ടൻ കാണിക്കേണ്ട, അനീഷേട്ടൻ ഭംഗിയില്ലെന്ന് അനീഷേട്ടൻ പറയാ. ഇതാ നമുക്ക് ഡ്രസ്സ് കിട്ടിയതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. അപ്പോൾ വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അനീഷേട്ടൻ്റെ കയ്യിലും അക്കൗണ്ടിലും കാണാം അല്ലേ? ഇത് പുതിയൊരു ചേച്ചിയാണ് കേട്ടോ ഇവിടുത്തെ. ശാരദ എന്തെങ്കിലും ഇരിക്കണേ വടി പോലെ? എന്താ വയ്യ? എന്ത് പറഞ്ഞാലും വയ്യ. വെയിലാണെങ്കിൽ എൻ്റെ അമ്മ പറയും മഴ വരുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. ഓഹോ, നല്ലതിനെ പറയുള്ളൂ. ഈ ഡ്രസ്സ് വല്ലവർക്കും ഓർമ്മയുണ്ടോ? ഞാനിതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഷൂട്ടിന് ഡ്രസ്സാണേ കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളപ്പോ ഇവിടുന്ന് പോവാണ്. ഓക്കെ അനീഷേട്ടാ ബൈ. വർക്ക് തീർക്കാണ്ട്. താങ്ക് യു. ഒരു പടി ഇറങ്ങാൻ പോലും വയ്യ. അങ്ങോട്ട് നോക്കിയേ, നോക്കൂ ഒരു പടി ഇറങ്ങാൻ വയ്യേ. ഞാൻ ചെറുപ്പക്കാരിയല്ല. ചെറുപ്പക്കാരി ഞാനേ 10-40 വയസ്സ് കഴിഞ്ഞോളാം. പിന്നെ എന്തെങ്കിലും വെച്ചാൽ നിങ്ങളൊക്കെ ചെറുപ്പക്കാരികളാ. നോക്കിയേ നടക്കൂ. മനസ്സിലായില്ലോ? മനസ്സിലായി. ഒരു ഉന്തൂന്നിട്ട് അമ്മ ഞങ്ങട് വേഗം കൊണ്ടുപോകാം. അപ്പൊ എനിക്ക് കണ്ടന്റ് കിട്ടണം. അമ്മേനെ ഉന്തിയല്ലാണ് എനിക്ക് കണ്ടന്റ് കിട്ടുക. അയ്യോ അമ്മ ഇറങ്ങി കഴിഞ്ഞിട്ട് കിട്ടാ. നമ്മൾ അരി വാങ്ങാൻ വന്നിട്ടാണ് ഗൈസ്. അരിക്കരി ശാരദ, അരി ശാരദ. എന്താ ശാരദ വല്ലതും പറയാണ്ടോ? അരി മേടിക്കട്ടെ. കറുപ്പ് പുളി വേണ്ടാട്ടാ. ചുവപ്പ് പുളി മതി. പുളി എന്താ വില? മുട്ട പൊട്ടുവോ? എന്റെ വണ്ടിയിലേക്ക് കുട്ടി നശിച്ചു പോവും. മുട്ട പകരോ? മുട്ട മേടിച്ചാലേ വണ്ടിമ്മ പോണ കാരണം ഒരു വണ്ടിമല്ലേ ഞങ്ങൾ നടന്ന പോലെ വീട്ടിലെ സാധനങ്ങളൊന്നുമില്ലേ? സഞ്ചയനുള്ളതല്ല മതി. മഞ്ഞപ്പൊടിയൊക്കെ അവിടെ ഉണ്ട്. പർച്ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ് ശാരദ. എന്താ ചെയ്യാ? പോയി പർച്ചേസ് ചെയ്യും. വെളിച്ചെണ്ണ എന്താ വില കിലോ? എന്താ വെളിച്ചെണ്ണ വില ബോധം പോയാ? വില കൂടെ ആവശ്യമെങ്കിൽ വാങ്ങാൻ വന്നേക്കാണ്. ചെറുത്തിട്ട് പഴുത്ത് എടുത്തിടാൻ പറയും. പറഞ്ഞോ നല്ലത് തന്നെയാവും. നല്ലല്ലേ ചേട്ടാ? പേരക്കായ ഉണ്ടല്ലോ. പേരക്കായ അവിടെ കൊണ്ടുവച്ചത് കഴിച്ചിട്ടാ? കൊണ്ടുവച്ചത് കഴിച്ചാ? ഉപ്പിലിട്ടത് ഇഷ്ടല്ല. ഷുഗർ ഉണ്ട്. അങ്ങോട്ട് പരക്കാൻ വലിയ കാര്യത്തിൽ എങ്ങനെ പോവാണ്? ദുബായ് വരെ കൊണ്ടുവരുന്ന കൂടെ. അയ്യോ കരച്ചില ബഹളാ. 5 പേര് കുട്ടിയുടെ അച്ഛമ്മ അമ്മൂമ്മ അല്ലെങ്കിൽ പ്രായമുണ്ട്. പ്രായമായിട്ടില്ല. 5 പ്രായം. എനിക്ക് വലിയ പ്രായമായിട്ടില്ല. ചെറുപ്പക്കാരി വിചാരം ഞാൻ ചെറുപ്പക്കാരിയല്ല. ഒരാൾ വടയും ചായയൊക്കെ പറഞ്ഞിരിക്കുക. പിന്നല്ലാണ്ട് എന്താ ചെയ്യാ? ഫുൾ ടൈം വട എന്താ വട പോതുമാ കിട്ടട്ടെ. അത് കിട്ടും. വെയിറ്റ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് വേണ്ട. എനിക്ക് വിശപ്പുണ്ടാകുന്നില്ലല്ലോ. എനിക്കുണ്ട്. വീഡിയോയിൽ നോക്കി പറ. എനിക്ക് വിശപ്പുണ്ടാകില്ല. മതി ഒരു വട്ടം മതി. അപ്പൊ പിന്നെ എന്താണ് സാർ? ഇത് നമ്മൾ രാധാകൃഷ്ണ ഹോട്ടലിലേക്ക് വന്നേക്കല്ലേ? ചേട്ടന്മാർ കൊടുത്താരല്ലെങ്കിൽ അങ്ങനെ പൂള താക്കോലെല്ലാം നട്ടില്ലേട്ടാ. താക്കോല് ബാഗിലിട്ടുണ്ട്. ഓറഞ്ചൊക്കെ മേടിച്ച് ഓറഞ്ചുകാരൻ ചീഞ്ഞാലാ പറയുന്നു. 200 രൂപ ഇട്ടില്ലേ? ഞാൻ 200 രൂപ. ശാരദയുടെ കലാവിരുത് തുടങ്ങാൻ പോകണ്ടോളൂ. കലാവിരുത് അതാ ആദ്യം ഒഴിച്ചു പറ. ചട്നി ഒഴിച്ചു, സാമ്പാർ ഒഴിക്കും. വാവ്, ടേസ്റ്റ് ഉണ്ടോ? പറ. അമേസിങ് ടേസ്റ്റ് ഉണ്ടാ? പിന്നെ ടേസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് കയറുമോ? വേണം നമുക്ക് വേണ്ട.
ഒരു വടയും കൂടി വേണോ? വേണ്ട, ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം. ഓ ഉള്ളതുകൊണ്ട് വേണം കേട്ടാ, ഉള്ളതുകൊണ്ട് വേണം ഗൈസ്. അപ്പോൾ നമ്മൾ രാധാകൃഷ്ണൻ ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇത് മസാല ദോശ എല്ലാം ടേസ്റ്റാണ്. ഞാനങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞില്ലേ വാടയും അല്ലെങ്കിലോ ഫുഡ് നന്നായി കഴിച്ചിട്ട് ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടില്ല. അതില്ല. അപ്പോൾ ഡയറ്റ് ആവാന്ന് വിചാരിച്ചു. ചപ്പാത്തി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി നൈറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഓടാനും ചാടാനൊക്കെ തുടങ്ങണം തന്നെ. വണ്ണം വെച്ച് ഞാൻ വണ്ണം വെച്ചു. നല്ല കാര്യം. എൻ്റെ വ്ലോഗ് എടുക്കുന്ന ചിരിക്കുന്നു. എന്താ ചെയ്യാ? നമ്മൾ പൂ കുറച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മേടിക്കണം. എത്ര നേരം ചെരുപ്പ് തന്നെ? പിന്നെ നിങ്ങൾ പണിയെടുക്കുമ്പോൾ പതുക്കല്ലേ ചെയ്യുക? എന്താ നോക്ക് സാമർത്ഥ്യം. എത്ര പറയണാവോ? 1000-500 പറയും. വടക്കാരി ചായ ഇതുവരെ കിട്ടിയിട്ടില്ല. കട അതിസാഹസ്യമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത കട വേണോ? വേണ്ട അടുത്ത് ചായ കുടിക്കും. ചായല്ലേ പറഞ്ഞ കാപ്പി? ഞാൻ കാപ്പിയാ പറഞ്ഞ. നീ കുടിച്ചോ? എനിക്ക് വേണ്ട, നിങ്ങൾക്ക പറഞ്ഞ. അമ്മ ഇങ്ങനെ വട പറഞ്ഞുകൂടി പറയട്ടെ? വേണ്ട കുറെ കൂടി കൊണ്ടുവരും. എന്നാക്കണ്ട, ഇതൊക്കെ ഞാൻ ഇടും. അമ്മ എന്നാച്ചു അതുകൊണ്ട് ആടി എവിടേക്കോ വലിയ കാര്യത്തിൽ പോണേ. കാപ്പി കൊണ്ടുവച്ചാ? കാപ്പി കൊണ്ടച്ചു. ഞാൻ പറയാൻ വരെയായിരുന്നു. എന്നിട്ട് ഇതുവരെക്കും മണപ്പിച്ചിട്ട് വന്നിട്ടില്ല കാപ്പി ഒന്നും. കാപ്പി എങ്ങനെയുണ്ട്? സൂപ്പർ കാപ്പി. ഇഷ്ടമായാ? വീട്ടിൽ ഇതുപോലെ വയ്ക്കില്ലല്ലോ. നേരില്ല കാപ്പി വയ്ക്കാനാ? കാപ്പി വെച്ചത് നിനക്ക് വേണ്ടല്ലോ അതിന്. ഞാൻ കുടിക്കില്ല. പറയണ്ടാ. ശരിയാക്കി തരാട്ടെ. ഇതൊക്കെ ഇട്ട് നാറ്റിക്ക് നിങ്ങളെ. ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഒന്നുകൂടി കാണിച്ചാ? കാശ് തരണം. എന്ത് ചോദിച്ചാലും കാശ്. കാപ്പി വേണം. അയ്യോ എനിക്ക് വേണ്ട, ഞാൻ ഡേറ്റിങ്ങില് അയ്യോ എനിക്ക് വേണ്ട, ഞാൻ ഡേറ്റിങ്ങില്. മിണ്ടാണ്ടിരുന്ന് കുടിക്ക് ചടചാട്ടിയെ. ഡേറ്റിങ്ങിലാ? അതെ. നല്ല വണ്ണൊക്കെ ഉണ്ട്. വണ്ണം കുറഞ്ഞിട്ടാ വരുന്നേ. വണ്ണം വെച്ചേക്കുക. അതാവുന്നു സ്വയം തോന്നണത്. അതെ, സ്വയമല്ല. അതെ മതി. ഇവിടെ ആളെക്കുണ്ടാവോ? അതുപോലെ തന്നെ ഞാൻ ചോദിക്കാം, രാധാകൃഷ്ണൻ ആളിവിടെ പാത്രം കഴുകാൻ അമ്മയ്ക്ക് വരാമെന്ന്. എത്ര കൊടുക്കോ? നിങ്ങൾക്കായോണ്ട് 50 രൂപ ദിവസം. ഒന്നും ആവില്ല. അത് മതി. അതുകൊണ്ട് ലോകം ജീവിക്കും. അമ്മയ്ക്ക് ഞാൻ സ്വർണ്ണോളം എടുത്ത് കൊടുക്കും. നിങ്ങളെ മതിയമ്മേ? ചുരുന്ന് വീട്ടിൽ പോകണല്ലേ? അമ്മായിയുടെ വീട് എവിടെയാ? കുളമ്പറയിലാണോ അമ്മായി? വണ്ടി അമേരിക്കയില്. അരിയൊക്കെ വല്ലവരും കൊണ്ടുപോകുന്നുണ്ട്.